നമസ്കാരം ഗൈസ്, എല്ലാവർക്കും തരംഗത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ദുൽഖർ സൽമാന്റെ ഇനി ഇറങ്ങാനിരിക്കുന്ന സിനിമകളും സീരീസുകളും ഏതാണ് എന്നാണ്. നമുക്കറിയാം, ഒരു കിങ് ഓഫ് കൊത്തയ്ക്ക് ശേഷം ദുൽഖർ സൽമാൻ വലിയൊരു ഗ്യാപ്പ് തന്നെ എടുക്കുകയുണ്ടായി. എന്തായാലും അതിനിടയ്ക്ക് ഒരുപാട് പ്രോജക്റ്റുകൾ അനൗൺസ് ചെയ്തു. അതോടൊപ്പം തന്നെ കൽക്കി എന്ന സിനിമയിലും ദുൽഖർ ഒരു ക്യാമിയോ റോളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇനിയും ദുൽഖറിന്റെ വരാനിരിക്കുന്നത് സിനിമകൾ അല്ലെങ്കിൽ സീരീസുകൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് പറയാനുള്ളത് ഗൺസ് ആൻഡ് ഗുലാബ്സ്, അതിന്റെ സെക്കൻഡ് പാർട്ട് വരാൻ പോവുകയാണ്. ആദ്യത്തെ പാർട്ട് ഒരു വൻ വിജയം തന്നെയായിരുന്നു. നെറ്റ്ഫ്ലിക്സിലായിരുന്നു ആ സീരീസ് സ്ട്രീം ചെയ്തിട്ടുണ്ടായിരുന്നത്. രാജ്കുമാർ റാവു പോലത്തെ പ്രഗത്ഭരായ ഒരുപാട് ആക്ടേഴ്സിന്റെ കൂടെ ആയിരുന്നു ദുൽഖർ സൽമാനും ഉണ്ടായിരുന്നത്. രാജാൻ ടി കെ എന്ന രണ്ട് മികച്ച ഡയറക്ടേഴ്സ് അവരായിരുന്നു ആ സീരീസ് ഡയറക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും അതിന്റെ സെക്കൻഡ് സീസണിന് വേണ്ടി എല്ലാവരും വെയിറ്റിംഗ് ആണ്. അപ്പോൾ അതും എന്തായാലും ഉടനെ തന്നെ ഉണ്ടാവുന്നതാണ്. ആകാശം ഒക്കത്താര എന്ന തെലുങ്ക് ചിത്രമാണ് ദുൽഖറിന്റെ വരാതിരിക്കുന്നത്. വേറൊരു ചിത്രം ഇത് ഡയറക്ട് ചെയ്തിരിക്കുന്നത് പവൻ സദനി എന്ന ഡയറക്ടറാണ്. അപ്പം ഇതും എന്തായാലും ഒരുപാട് പ്രതീക്ഷയുള്ളൊരു ചിത്രമാണ്. ഇതിന്റെ ഒരു പോസ്റ്ററൊക്കെ ദുൽഖറിന്റെ ബർത്ത്ഡേ ദിവസം അവർ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. വിജയന്ത് ഫിലിംസ്, ഗീത ആർട്സ്, അങ്ങനെ വലിയ ഒരു 2-3 പ്രൊഡക്ഷൻ ഹൗസുകൾ ചേർന്നിട്ടാണ് ഈ സിനിമ നിർമ്മിക്കുന്നത്. അപ്പൊ എന്തായാലും ഒരു വലിയൊരു ചിത്രം തന്നെ ആയിരിക്കും നമുക്ക് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം. വേറൊരു വലിയൊരു അനൗൺസ്മെന്റ് വന്നത് സൂര്യ 43, അത് സൂര്യയുടെ 43ാമത്തെ ചിത്രത്തിൽ അതിൽ ദുൽഖർ സൽമാൻ ഒരു പ്രധാന വേഷത്തിൽ വരുന്നു എന്നാണ്. അതൊരു ഗാങ്സ്റ്റർ പശ്ചാത്തലത്തിൽ നിർമ്മിക്കാൻ പോകുന്ന ചിത്രമാണ്. അത് ഡയറക്ട് ചെയ്തിരിക്കുന്നത് സുധാ കൊങ്കരയാണ്. അപ്പൊ എന്തായാലും അതിന്റെ എനിക്കൊന്ന് പ്രീ പ്രൊഡക്ഷൻ വർക്കുകളൊക്കെയാണ് ഇപ്പൊ സ്റ്റാർട്ട് ആയിട്ടുള്ളത്. അപ്പൊ അന്ന് അനൗൺസ്മെന്റ് വന്നിട്ടുണ്ടായിരുന്നു. വലിയ രീതിയിൽ തന്നെ അനൗൺസ്മെന്റ് ആയിരുന്നു. സൂര്യയുടെ ബർത്ത്ഡേ ദിവസമായിരുന്നു നമ്മളതന്ന് അനൗൺസ് ചെയ്തത്. അപ്പൊ അതെന്തായാലും ഒരു ഗാങ്സ്റ്റർ ജോണറിൽ വരുന്ന സിനിമയാണ്. കിങ് ഓഫ് കൊത്തയ്ക്ക് ശേഷം ദുൽഖർ സൽമാൻ ഒരു ഗാങ്സ്റ്റർ ലുക്കിൽ വരാൻ പോകുന്ന ഒരു ചിത്രം തന്നെയായിരിക്കും സൂര്യ 43 എന്ന് നമുക്ക് വിശ്വസിക്കാം. അതുപോലെ തന്നെ സൂര്യയും ദുൽഖറും ഒക്കെ ഒന്നിക്കാൻ പറയുമ്പോൾ ഇതിലുണ്ടാകാത്തൊരു സംഭവമാണ്. അപ്പൊ എന്തായാലും അത് തന്നെ ഒരു തിയേറ്ററിൽ പ്രകമ്പനം കൊള്ളിക്കും എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. അതോടൊപ്പം തന്നെ സെൽവമണി സെൽവരാജ് ഡയറക്ട് ചെയ്തിട്ടുള്ള കാന്ത എന്ന ചിത്രം, അതും ദുൽഖറിൻ്റെതായിട്ടുള്ള വരാനിരിക്കുന്ന ചിത്രം തന്നെയാണ്. അതും ഒരു 50s ഒരു ബാക്ക്ഗ്രൗണ്ടിൽ എടുക്കുന്ന ഒരു ചിത്രം തന്നെയാണ്. ഒരു പീരിയോഡിക് ആയിട്ടുള്ള ഒരു സംഭവം ആണെന്നാണ് അറിയാൻ സാധിച്ചത്. അതുപോലെ തന്നെ റാണ ദുഗ്പതിയാണ് അത് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പം അങ്ങനെ ഒരുപാട് വലിയ കൊളാബറേഷൻ കൂടെയുള്ള ഒരു ചിത്രം തന്നെയായിരിക്കും കാന്ത എന്ന ചിത്രം. അതും പല ലാംഗ്വേജിൽ ആയിട്ടാണ് റിലീസ് ചെയ്യാൻ പോകുന്നത്. പിന്നെ അതോടൊപ്പം തന്നെ നമുക്ക് ഈ പറഞ്ഞ ചിത്രങ്ങളൊക്കെ ആക്ച്വലി പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക് അല്ലെങ്കിൽ പ്രീ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ സൈഡിലൊക്കെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ചിത്രങ്ങളാണ്. ചിലർക്ക് അനൗൺസ്മെന്റ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പം എന്തായാലും ഇനി ഇറങ്ങാൻ പോകുന്ന ഒരു ചിത്രം, ഉടൻ തന്നെ ഇറങ്ങാൻ പോകുന്ന ചിത്രം ലക്കി ഭാസ്കർ എന്ന ദുൽഖർ സൽമാൻ ചിത്രമാണ്. അതെന്തായാലും അടുത്ത മാസം തന്നെ ഒക്ടോബർ തന്നെ റിലീസ് ഉണ്ടാവും. അതും ഒരു 80s ബാക്ക്ഡ്രോപ്പിൽ പറയുന്ന ഒരു കഥയാണ്. ഒരു മിഡിൽ ക്ലാസ് ലൈഫ് ജീവിക്കുന്ന ഒരു ബാങ്ക് എംപ്ലോയിയുടെ ഒരു കഥയാണ്. അതിന്റെ ടീസറൊക്കെ റിലീസ് ആയിട്ടുണ്ടായിരുന്നു. ടീസറിനകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു ത്രില്ലർ പശ്ചാത്തലത്തിലുള്ള ഒരു ചിത്രം തന്നെയായിരിക്കും. ത്രില്ലർ എന്ന് പറയുമ്പോൾ ഒരു മണി ഹേസ്റ്റ് പോലത്തെ ഒരു സംഭവം. അത് ഹേസ്റ്റ് അല്ല, അതെല്ലാം പക്ഷേ ഇതിനെ ഒരു ചുറ്റിപ്പറ്റി, പൈസയൊക്കെ ചുറ്റിപ്പറ്റിയിട്ടുള്ള ഒരു ത്രില്ലർ സംഭവമായിരിക്കും എന്ന് നമുക്ക് വിശ്വസിക്കാം. അതിന്റെ ഒരു ടീസറൊക്കെ കാണാൻ നല്ലൊരു രസമുണ്ടായിരുന്നു. കാര്യം ഒരു 80s ബാക്ക്ഗ്രൗണ്ടും സംഭവങ്ങളൊക്കെ ഒരു അടിപൊളിയായിട്ടാണ് അവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിലെ ഗാനവും നല്ല രസമുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും അതിലാണ് എല്ലാവരും വെയിറ്റിംഗ്. ഇതൊക്കെയാണ് ദുൽഖറിന്റെ വരാനിരിക്കുന്ന ചിത്രങ്ങൾ. അപ്പൊ എന്തായാലും ദുൽഖർ സൽമാൻ കൂടുതൽ സിനിമകൾ ചെയ്യട്ടെ. എന്തായാലും മലയാളത്തിലോട്ട് ഉടൻ തന്നെ ഏത് ചിത്രമാണ് വരാൻ പോകുന്നുള്ളതിന് ഇതിൽ യാതൊരു അറിയിപ്പുകളും ഉണ്ടായിട്ടില്ല. അതുപോലെ തഗ്സ് എന്ന് പറഞ്ഞ സിനിമയിലും ദുൽഖർ സൽമാൻ ഉണ്ടായിരുന്നു. പക്ഷെ അത് പിന്നെ ഡേറ്റ് ഇഷ്യൂ കൊണ്ടായിരിക്കും അത് പിന്നെ അത് ചെയ്തില്ല. പിന്നെ അത് സിലംബരസിനാണ് റോള് പോയിട്ടുണ്ടായിരുന്നത്. എന്തായാലും വേറൊരു സോളിഡ് ആയിട്ടൊരു അനൗൺസ്മെന്റ് ഒന്നും മലയാള ചിത്രങ്ങളിൽ ഉണ്ടായിട്ടില്ല. അപ്പൊ എന്തായാലും ബാക്കി ഭാഷയിലെ ചിത്രങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പൊ എന്തായാലും കൂടുതൽ ദുൽഖർ സൽമാൻ വിശേഷങ്ങൾക്കായിട്ടും അതോടൊപ്പം തന്നെ സിനിമാ വിശേഷങ്ങൾക്കായിട്ടും തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നന്ദി, നമസ്കാരം, ബൈ.